ബിഗ് ബോസ് സീസൺ 6 മത്സരിക്കുന്ന സിനിമാ നടിയാണ് അൻസിബ ഹസൻ. മോഹൻലാലിന്റെ മകളായി ദൃശ്യം എന്ന സിനിമയിലൂടെയാണ് അൻസിബ ജനപ്രീതി നേടുന്നത്. ശേഷം ബിഗ് ബോസിലേക്ക് വന്നതോടെയാണ് നടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. ഈ സീസണിലെ മൈൻഡ് ഗെയിമർ എന്ന നിലയിലാണ് നടി ഇപ്പോൾ അറിയപ്പെടുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അൻസിബയ്ക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. മാത്രമല്ല, ഫാമിലി റൗണ്ടിൽ അൻസിബയുടെ ഉമ്മയും സഹോദരനും എത്തിയത് പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ്. ശരിക്കും അൻസിബ തൻ്റെ ജീവിതത്തിൽ എത്രത്തോളം കഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയാണെന്നും സ്വന്തം ജീവിതം പോലും മറ്റുള്ളവർക്ക് വേണ്ടി വേണ്ടെന്ന് വെച്ച ആളാണെന്നും ഓർമ്മപ്പെടുത്തുകയാണ് ഒരു ആരാധകൻ. സോഷ്യൽ മീഡിയ പേജിലൂടെ അദ്ദേഹം പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം വായിക്കാം. ഒരു ഫിലിം സ്റ്റാർ എന്നതിലുപരി അൻസിബയെ പറ്റി ഒരു ഇൻഫർമേഷനും അറിയില്ലെന്നിരിക്കെയാണ് ഇന്നലെ ബിഗ് ബോസ് പ്ലസിൽ അൻസിബയുടെ ലൈഫ് സ്റ്റോറി അവരുടെ ഉമ്മ പറഞ്ഞു കേട്ടത്. അത് വളരെയധികം ഹൃദയം തൊടുന്നൊരു കഥയായിരുന്നു. 6 മക്കളിൽ ഒരുവളായി അൻസിബയുടെ ജനനം. പക്ഷേ അവളുടെ ലൈഫ് മുന്നോട്ട് പോകവേ ഉപ്പയും ഉമ്മയും സെപ്പറേറ്റഡ് ആയി. തുടർന്ന് 6ാം ക്ലാസ് തൊട്ട് അവളുടെ എഡ്യൂക്കേഷൻ ഹോസ്റ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. അവളെയും മറ്റുള്ള സഹോദരങ്ങളെയും നോക്കാൻ അൻസിബയുടെ ഉമ്മയ്ക്ക് സ്വന്തം വീട് വിൽക്കേണ്ടി വന്നു. തുടർന്ന് തൻ്റെ കുടുംബത്തിൻ്റെ പ്രാരാബ്ധം മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ സഹോദരങ്ങളെയും ഉമ്മയെയും നോക്കാൻ വേണ്ടി അൻസിബ തൻ്റെ 15ാം വയസ്സ് മുതൽ ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇടയ്ക്കെപ്പോഴോ അൻസിബയെ മാരേജ് കഴിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ താൻ മാരീഡായ സഹോദരങ്ങളെ പഠിപ്പിക്കാനും മറ്റും തന്നെ പോലെ ഹസ്ബൻഡ് ശ്രമിക്കുമോ, അതിനായി സമ്മതിക്കുമോ എന്ന ചോദ്യങ്ങൾ നിരത്തിക്കൊണ്ട് അൻസിബ തൻ്റെ സഹോദരങ്ങൾക്കു വേണ്ടി മാരേജ് ലൈഫ് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ സ്വന്തം ഫാമിലിക്ക് വേണ്ടി ലൈഫ് ത്യജിച്ചവളാണ് അൻസിബ എന്നറിഞ്ഞപ്പോൾ അവളോട് ഇഷ്ടം കൂടി. ഐ സല്യൂട്ട് യു അൻസിബ. ഇത്രയും പ്രാരാബ്ധം നീ തലയിൽ വെച്ചിട്ടും പേഴ്സണൽ ലൈഫിലും സ്വന്തം പേഴ്സണാലിറ്റിയിലും മിനിമം ക്വാളിറ്റി കീപ്പ് ചെയ്തതിൽ. അൻസിബ വിന്നർ ആകുമോ ഇല്ലയോ അറിയില്ല. പക്ഷേ നിന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുടെ സപ്പോർട്ട് ഇനി മുതൽ എല്ലാ കാലവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു എന്നും പറഞ്ഞാണ് ആരാധകൻ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്.